വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ മരിച്ചുപോയ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വളരെ പ്രസക്തമായൊരു സംഭാഷണം നാം കാണുന്നു. യേശു പറഞ്ഞ ലാസറിൻ്റെയും ധനവാന്റെയും സംഭവകഥയിൽ ധനവാൻ യാതനാസ്ഥലത്ത് കിടന്ന് അബ്രഹാമിനോട് അപേക്ഷിക്കുന്നതും അതിന് അബ്രഹാം നൽകുന്ന മറുപടിയുമാണിത്. ഇങ്ങനെയാണ്. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അവനവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ദൈവഹിതം അനുസരിക്കാതെ ജീവിച്ച ധനവാൻ മരണശേഷം യാതനാ സ്ഥലത്തെത്തിച്ചേർന്നു. ഇപ്പോൾ അവിടെ കിടന്ന് കഷ്ടമനുഭവിക്കുമ്പോൾ ഇനിയും മരിക്കാതെ ഭൂമിയിലുള്ള തൻ്റെ സഹോദരങ്ങളോട് അവരും മരിച്ച ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് ദൈവഹിതം അറിഞ്ഞ് ജീവിക്കണമെന്ന് പോയി പറയുന്നതിന് ലാസറിനെ തിരികെ ഒന്ന് ഭൂമിയിലേക്ക് അയക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അപേക്ഷ. എന്നാൽ അബ്രഹാം മറുപടി പറയുന്നു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്, അവർ പറയുന്നത് കേട്ട് വിശ്വസിക്കട്ടെ എന്ന്. അതായത് കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാരാലും അപ്പോസ്തോലന്മാരാലും പരിശുദ്ധാത്മ നിയോഗത്താൽ എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള തിരുവചനങ്ങളിലൂടെ ദൈവം തൻ്റെ ഹിതത്തെ അവരെ അറിയിച്ചിട്ടുണ്ട്. അത് വായിച്ച് വിശ്വസിച്ച് അനുസരിക്കുവാൻ അവർ തയ്യാറാകുന്നില്ല എങ്കിൽ മരിച്ച ലാസർ ഇനി എഴുന്നേറ്റ് എന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല എന്നാണ് അബ്രഹാം അവിടെ പറയുന്നത്. ഇതുതന്നെയാണ് ഇന്നും ഏറിയ മനുഷ്യരുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. വചനം എത്ര കേട്ടാലും അത് വിശ്വസിച്ച് അനുസരിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നതിന് അവർ തയ്യാറാകുന്നില്ല. പകരം ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയമെല്ലാം വൃഥാവാക്കുകയാണ്. ദൈവവചനം വായിച്ച് ഗ്രഹിച്ച് നാം എല്ലാവരും രക്ഷയുടെ ഉറപ്പ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രാപിക്കണം. അതല്ലാതെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് വിശ്വസിക്കുന്നതിന് കാത്തിരുന്നാൽ ഒരു പക്ഷേ മരിക്കുന്നത് വരെ അതിന് കഴിഞ്ഞെന്ന് വരില്ല. മതാനുഷ്ഠാനങ്ങളോ പാരമ്പര്യ വിശ്വാസങ്ങളോ മോക്ഷപ്രാപ്തിക്കായി നമ്മെ സഹായിക്കില്ല. നിത്യരക്ഷയ്ക്കായി ദൈവം വെച്ച വ്യവസ്ഥ എന്തെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുമ്പോൾ തന്നെ നിത്യജീവൻ ഉറപ്പാക്കുക. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. അതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തരുത്. ദൈവവചനം കേട്ട് വിശ്വസിച്ച് അനുസരിക്കുക. ദൈവവചനം വ്യക്തമായി മുന്നറിയിപ്പ് നൽകുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ജാഗ്രതയുള്ളവരാകുക. മരിച്ച ശേഷം നമ്മുടെ നിത്യരക്ഷയ്ക്കായി യാതൊന്നും ചെയ്യുന്നതിന് നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ കഴിയില്ല. മരണാനന്തര കർമ്മങ്ങൾ നമ്മെ നിത്യനരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്നത് വെറും മിഥ്യാധാരണ മാത്രമാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബോധപൂർവം നിത്യജീവൻ ഉറപ്പാക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.